ശബരിമലയിൽ അതിക്രമിച്ച് കയറി വീഡിയോ ചിത്രീകരിച്ച സംഭവത്തിൽ യൂട്യൂബർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ ഈ അടുത്ത തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായി അവിടെ കടന്നു കയറുകയും വീഡിയോ ചിത്രീകരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഈ പറയുന്ന മറ്റ് നാവികസേനയുടെ ഒരു വിമാനം അവിടേക്ക് വരികയും കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വിമാനം അവിടേക്ക് വരികയും ഹെലികോപ്റ്റർ അവിടേക്ക് വരികയും അവിടെ വെച്ച് ശബരിമലയുടെ ദൃശ്യങ്ങളൊക്കെ ആ ഹെലികോപ്റ്ററിൽ നിന്നവർ പകർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു യൂട്യൂബർ ഇക്കഴിഞ്ഞ ദിവസം 24-ാം തീയതി ഏപ്രിൽ മാസം 24-ാം തീയതി ഒരു യൂട്യൂബർ ശബരിമല നടയടച്ചതിന് ശേഷമുള്ള കാഴ്ചകൾ എന്നുള്ള പേരിൽ ശബരിമലയുടെ അതീവ സുരക്ഷാ മേഖലയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മേടമാസ വിഷു പൂജകൾക്കായിട്ട് ശബരിമല നട തുറന്നതിന് പിന്നാലെ ഏപ്രിൽ 18-നാണ് നടയടച്ചത്. അപ്പോൾ ഈ നടയടച്ചതിന് പിന്നാലെ ഏപ്രിൽ 18-ന് തന്നെ ഈ യൂട്യൂബർ ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് മല കയറുകയും പിന്നീട് അന്ന് രാത്രി നടയടച്ചതിന് ശേഷം അവിടെ ഇറങ്ങാതെ പിറ്റേ ദിവസം അവിടെ ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഇറങ്ങുന്ന സമയത്താണ് ശബരിമലയിൽ നിന്നുള്ള അതീവ സുരക്ഷാ മേഖലയുടെ എല്ലാ സ്ഥലത്തു നിന്നും ഇദ്ദേഹം ആ വീഡിയോ ചിത്രീകരിക്കുകയും അത് ഒരുമിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തത്. ശബരിമല സന്നിധാനം, അതുപോലെ തന്നെ നീലിമല, 18-ാം പടി, കൊടിമരം, പമ്പ മുതൽ മുകളിലേക്കുള്ള മറ്റു പല ഭാഗങ്ങൾ, മരക്കൂട്ടം, ശരംകുത്തി, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തു നിന്നുമുള്ള വീഡിയോകൾ ഇദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. ആ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സംഭവം വിവാദമായതോടുകൂടി ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ഈ പറയുന്ന വനം വകുപ്പിനോടും പമ്പ പോലീസിനോടും വിശദീകരണം തേടി. ഈ വിശദീകരണത്തിന്റെ ചോദിച്ച അടിസ്ഥാനത്തിൽ പമ്പ പോലീസ് ഈ യൂട്യൂബർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും FIR രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് യൂട്യൂബറുടെ പേരോ മറ്റു വിവരങ്ങളോ ഇല്ല. ആരോ ഒരാൾ ഏതൊക്കെയോ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. എന്തായാലും ഈ ആളാരാണെന്ന് CCTV-യിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ് പമ്പ പോലീസ് പറയുന്നത്.